അസ്സലാമലൈക്കും. ഞാൻ എടുക്കാൻ പോകുന്ന സബ്ജക്റ്റ് നമ്മുടെ ഏകദൈവ വിശ്വാസത്തെ പറ്റിയിട്ട് നമുക്ക് 3 ഗ്രന്ഥങ്ങളിലും തെളിവ് വന്നിട്ടുണ്ട്. പക്ഷെ ഇവിടെയൊക്കെ നമ്മൾ അത് മനസ്സിലാക്കാതെ അത് ഇന്നും രഹസ്യമായിട്ട് മറഞ്ഞു കിടക്കുകയാണ്. പക്ഷെ ഈ ഒരു സത്യത്തെ പുറത്ത് കൊണ്ടുവരുമെന്ന് വിശുദ്ധ ഖുർആനിലൂടെ പറയുന്നുണ്ട്. ഇപ്പൊ നമുക്ക് ആ യഥാർത്ഥ ചരിത്രങ്ങളിലേക്ക് നമുക്ക് പോവാം. അധ്യായം 38 സൂറ സ്വാദി 80 പറയുന്നുണ്ട്. ഇത് ഗൗരവമുള്ള ഒരു വർത്തമാനമാകുന്നു. അത്യുന്നത സമൂഹം വിവാദം നടത്തിയ സന്ദർഭത്തെ പറ്റി എനിക്ക് യാതൊരു അറിവും ഉണ്ടായിരുന്നില്ല. ഞാനൊരു സ്പഷ്ടമായ താക്കീതുകാരനാവേണ്ടതിന് മാത്രമാണ് എനിക്ക് ഈ സന്ദേശം നൽകപ്പെട്ടത്. ഇപ്പൊ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇതുമായി ബന്ധപ്പെട്ട യാതൊരു അറിവില്ലായിരുന്നു. പക്ഷെ എന്നോട് അള്ളാഹുവിന്റെ താക്കീതാണ് ഇത് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കണമെന്നത്. അതിന് പ്രധാനപ്പെട്ട കാരണം ഇത് ലോകർക്കുള്ള ഒരു ഉത്ബോധനം മാത്രമാകുന്നു. ഒരു കാലയളവിന് ശേഷം ഇതിലെ വൃത്താന്തം നിങ്ങൾ മനസ്സിലാക്കുക തന്നെ ചെയ്യുമെന്ന് പറയുന്നുണ്ട്. അപ്പൊ യഥാർത്ഥ സത്യങ്ങൾ ഒരു കാലയളവിന് ശേഷം നമുക്ക് മനസ്സിലാക്കി തരും എന്നാണ് ഇവിടെ പറയുന്നത്. ഇനി അധ്യായം 7 അൽ അഹ്റാഫിൽ 16 പറയുന്നുണ്ട്. ഇത് ഇവിടെ അള്ളാഹും ഇബ്ലീസും തമ്മിലുള്ള ഒരു സംഭാഷണത്തിലെ ഒരു വരിയാണ്. ഇബ്ലീസ് പറഞ്ഞു, നീ എന്നെ വഴി പിഴപ്പിച്ചതിനാൽ നിന്റെ നേരായ പാതയിൽ നിന്നും അവർ മനുഷ്യർ പ്രവേശിക്കുന്നത് തടയാൻ ഞാൻ കാത്തിരിക്കുന്നു. പിന്നീട് അവരുടെ മുന്നിലൂടെയും പിന്നിലൂടെയും ഇടതിലും വലതിലും ചുറ്റി അവരെ സഞ്ചരിച്ച അവരുടെ അടുത്ത് ചെല്ലും. എന്നിട്ട് അധിക പേരും നന്ദിയുള്ളവരായി നീ കണ്ടെത്തുകയില്ല എന്ന് അള്ളാഹുവിനോട് പറയണേ. അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ അള്ളാഹു പറയുന്നുണ്ടല്ലോ, നിന്നെ വിശ്വസിക്കുന്നത് നിന്റെ കൂടെ വരട്ടെ എന്ന് പറയുന്നുണ്ടല്ലോ. അവിടെ ഞാൻ നരകം നിറക്കപ്പെടും എന്ന് പറയുന്നുണ്ട്. ഇതിൽ തന്നെ പറയുന്നത് നിന്റെ പ്രതാപമാണ് സത്യം, അവരെ മുഴുവൻ ഞാൻ വഴി തെറ്റിക്കുന്നു. വേറെ ആയത്തുകളിൽ ഇതിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ പറയുന്നത് നിന്റെ നേരായ പാതയിൽ നിന്നും ഞാൻ വഴി തെറ്റിക്കുന്നു പറയുന്നുണ്ട്. അപ്പൊ നിന്റെ നേരായ പാത ഏതാണ്? ഇതാണ് ഏകദൈവ വിശ്വാസം. അത് 3 ഗ്രന്ഥങ്ങളിലും സെയിം ആയിട്ട് പറയുന്നുണ്ട്. അപ്പൊ ആ ഒരു കാര്യത്തെ പറ്റിയിട്ടാണ് നമ്മൾ ഇനിയിപ്പോൾ എടുക്കാൻ പോകുന്നത്. അധ്യായം 41 ഫുസിലത്ത് 53 നമ്മൾ പറയുന്നുണ്ടായിരുന്നു, ഈ ഖുർആൻ സത്യമാണെന്ന് അവർക്ക് വ്യക്തമാക്കത്തക്കവണ്ണം വിവിധ ദിക്കിലും അവരിൽ തന്നെ നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ വഴിയെ നാം അവർക്ക് കാണിച്ചു കൊടുക്കുന്നതാണ്. നിന്റെ രക്ഷിതാവ് ഏത് കാര്യത്തിനും സാക്ഷിയാണ് എന്നത് തന്നെ മതിയായതല്ലേ. അപ്പൊ ഇവിടെ നമ്മൾ മുന്നേ വായിച്ചു, ഇത് ലോകർക്കുള്ള ഒരു ഉത്ബോധനം മാത്രമാണ്. ഒരു കാലയളവിന് ശേഷം ഇതിലെ വൃത്താന്തങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും എന്ന് പറയുന്നുണ്ട്. അപ്പൊ യഥാർത്ഥ സത്യങ്ങൾ നിങ്ങളിലേക്ക് അള്ളാഹു എത്തിച്ചു തരും. അതൊരു ഓഫറാണ്. ആ ഒരു എത്തിച്ചു തരുന്നു ഇവിടെ പറയുന്നുണ്ട്. തീർച്ചയായും തങ്ങളുടെ രക്ഷിതാവിനെ കണ്ടുമുട്ടുന്ന കാര്യത്തിൽ സംശയത്തിലാവുന്നു. അവൻ ഏതൊരു വസ്തുവിനെയും വലയം ചെയ്തിട്ടുള്ളതാണെന്ന് ഇവിടെ പറയുന്നുണ്ട്. പിന്നെ സൂറ റോമിൽ 30 പറയുന്നത്, സത്യത്തിന് നേരെ നിലകൊള്ളുന്നവനായിട്ട് നീ നിന്റെ മുഖത്തെ നീ മതത്തിലേക്ക് തിരിച്ചു നിർത്തുക. അള്ളാഹു മനുഷ്യരെ ഏത് പ്രകൃതിയിൽ സൃഷ്ടിച്ചോ ആ പ്രകൃതി എത്ര അത്. അപ്പൊ ഇവിടെ പറയുന്നുണ്ട്, ഏതാണ് നമ്മുടെ മതം? മനുഷ്യരെ ഏത് പ്രകൃതിയിലാണോ സൃഷ്ടിച്ചത് അതാണ് നമ്മുടെ മതം എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഈ ഒരു പ്രകൃതി മീൻസ് സൃഷ്ടാവിന്റെ അംശങ്ങൾ എവിടൊക്കെ എങ്ങനെയൊക്കെ വ്യാപിച്ച് മേലെയും താഴേക്ക് വ്യാപിച്ച് കിടക്കുന്ന ആ ഒരു ഓർഡറിലാണ് മനുഷ്യന്റെ ശരീരം ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പൊ അത് മനുഷ്യന്റെ മാത്രമല്ല, അതെല്ലാ ജന്തു ജീവജാലങ്ങളിലൊക്കെ ആ ഒരു സ്ട്രക്ചർ ഉണ്ട്. അപ്പൊ ഇതിനെ ഫോളോ ചെയ്യുന്ന ഇതിന്റെ യഥാർത്ഥ എന്താ പറയാ ഉടമസ്ഥനായ അള്ളാഹുവാണ്. അപ്പൊ ആ ഒരു ഫോളോ ചെയ്യുന്ന ആ ഒരു രീതിക്കാണ്, അതിനുള്ള തെളിവാണ് നമ്മുടെയൊക്കെ സ്ട്രക്ചർ. അപ്പൊ ഇതാണ് നമ്മുടെ മതം എന്ന് പറയുന്നത്. അപ്പൊ യഥാർത്ഥ മതം എന്താണെന്ന് നമ്മൾ ആരും അറിഞ്ഞില്ല. കാരണം ഇന്ന് മതത്തിന്റെ പേരിലാണ് അടി. കാരണം മതം മനുഷ്യരുണ്ടാക്കുന്നതാണെന്ന് പറയുന്നവരുണ്ട്, അത് മതം ആവശ്യമില്ല എന്ന് പറയുന്നവരുണ്ട്. ജീവിക്കാൻ മതത്തിന്റെ ആവശ്യമില്ല, പക്ഷെ നമ്മൾ ഓൾറെഡി മതവിശ്വാസിയാണ്. അത് നമ്മൾ ഹൃദയത്തിൽ ഇല്ലെങ്കിൽ നമ്മളെ ബോഡി മതത്തില് അംഗമായിട്ടുണ്ട്. അതെങ്ങനെ വെച്ചാൽ ഈ ഒരു ക്രിയേഷൻ നമ്മളെ സൃഷ്ടാവിന്റെ അംശം എങ്ങനെയാണോ അതിനെ നമ്മൾ ആ രീതിയിലാണ് മനുഷ്യന്റെ ബോഡി ക്രിയേറ്റ് ചെയ്തത്. അതാണ് ഇവിടെ പറയുന്നത്, സത്യത്തിന് നേരെ നിലകൊള്ളുന്നവനായിട്ട് നീ മുഖത്തെ മതത്തിലേക്ക് തിരിച്ചു നിർത്തുക. അള്ളാഹു മനുഷ്യരെ ഏത് പ്രകൃതിയിലാണോ സൃഷ്ടിച്ചത് ആ പ്രകൃതി എത്ര അത്. ഇത് മനുഷ്യരിലുണ്ട്, മൃഗങ്ങളിലുണ്ട്, സസ്യങ്ങളിലൊക്കെ ഈ ഒരു സ്ട്രക്ചർ ഉണ്ട്. ഇതാണ് നമ്മൾ യഥാർത്ഥ മതം. അപ്പൊ ഈ 3 ഗ്രന്ഥങ്ങളിലും ഇതിനെ പറ്റിയിട്ട് വ്യക്തമായിട്ട് പറയേണ്ട സൃഷ്ടാവിന്റെ യഥാർത്ഥ സ്ട്രക്ചർ എന്താണെന്നുള്ളത്. അപ്പൊ അതുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ ശരീരം ക്രിയേറ്റ് ചെയ്തതെന്നും പറയുന്നുണ്ട്. അതാണ് ഇവിടെ ഏകദൈവ വിശ്വാസം. പക്ഷെ അത് നമ്മളിൽ നിന്ന് എന്നോ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. കാരണം യഥാർത്ഥ സത്യം വന്നു കിട്ടിയിട്ടും മനുഷ്യർ ഭിന്നിച്ചു എന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. സത്യമാണ്. കാരണം ഞാനൊരു ചരിത്രത്തിൽ വായിച്ചിട്ടുണ്ട്, ആദം നബിയുടെ 10ാമത്തെ തലമുറയിലുള്ള പേരക്കുട്ടി എന്നാണ് ആ ഒരു മഹായിലോ അങ്ങനെ എന്തോ ഒരു പേര് എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ ആ ഒരു വ്യക്തിയാണ് ആ ഒരു വ്യക്തിന്റെ പ്രതിമയാണ് ആദ്യം ഉണ്ടാക്കുന്നത് എന്ന്. അപ്പൊ അന്ന് മുതലാണ് പിശാച് അവർക്ക് വിഗ്രഹത്തെ ഉണ്ടാക്കാൻ പ്രേരിപ്പിക്കുന്നത്. അപ്പോൾ അന്ന് മുതൽ ഉള്ള വിശ്വാസങ്ങളിൽ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്. ഏകദൈവ വിശ്വാസം വിട്ടു ഇന്നത്തെ കാലഘട്ടം വരെ ഒരുപാട് വിശ്വാസങ്ങളായി, ഒരുപാട് മതങ്ങളായി. അപ്പോൾ ഇതിന്റെ യഥാർത്ഥ സത്യം എന്ന് പറയുന്നത് നമ്മുടെ ഈ സ്ട്രക്ചർ, നമ്മുടെ ഈ ശരീരം ക്രിയേറ്റ് ചെയ്ത യഥാർത്ഥ സൃഷ്ടാവിന്റെ അംശങ്ങളുടെ ആ ഒരു രീതിയാണ്. അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കാതെ പോയി.
ഇനി അദ്ദേഹം 13 ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്, ക്ഷേത്രജ്ഞ വിഭാഗയോഗ വാക്യം 18, പ്രകാശങ്ങൾക്കെല്ലാം പ്രകാശമായിട്ടുള്ള ആ ബ്രഹ്മം അന്ധകാരത്തിനപ്പുറമുള്ളതാണെന്നും പറയുന്നു. എല്ലാവരുടെയും ഹൃദയത്തിൽ വസിക്കുന്നത് അതും ബ്രഹ്മം തന്നെ. ഏറ്റവും മേലെ ഒരു പ്രകാശം സ്ഥിതി ചെയ്യേണ്ട രണ്ടാമത്തെ അംശം, ഒരംശം മേലെ രണ്ടാമത്തെ അംശം നമ്മൾ ഹൃദയത്തിലൊക്കെ വസിക്കുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. നമ്മള് ജനനം, മരണം, ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ പ്രോസസ്സും നടക്കുന്നൊക്കെ ആ ഒരു അംശത്തിലാണെന്ന് പറയുന്നുണ്ട്. ഇതാണ് ദൈവത്തിന്റെ സ്ട്രക്ചർ എന്ന് ഇവിടെ പറയുന്നുണ്ട്. അങ്ങനെ 3 അംശമായിട്ട് ഇവിടെ പറയുന്നുണ്ട്. അധ്യായം 15 പുരുഷോത്തമ യോഗ വാക്യം 2 പറയുന്നുണ്ട്, 3 ഗുണങ്ങളാൽ പോഷിപ്പിക്കപ്പെടുന്ന അതിന്റെ ശാഖകൾ മുകളിലും താഴെയുമായി പരന്നു കിടക്കുന്ന വിഷയങ്ങളാണ്. അതിന്റെ തളിരുകൾ കർമ്മത്തോട് ബന്ധപ്പെട്ടവയായ അതിന്റെ വേരുകൾ മനുഷ്യലോകത്തിൽ വ്യാപിച്ചു കിടക്കുന്നു. അതന്നെയാണ് നമ്മൾ ബ്രീത്തിങ്, അള്ളാഹുമായിട്ടുള്ള ബന്ധം, ദൈവമായിട്ടുള്ള ബന്ധമൊക്കെ. അപ്പൊ ഈ ഒരു സ്ട്രക്ചർ ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്. ഇതാണ് അവരെ ദൈവത്തിന്റെ യഥാർത്ഥ കാര്യങ്ങൾ എന്ന് പറയുന്നത്. അതാണ് ഏകദൈവ വിശ്വാസം. ഇത് 3 ഗ്രന്ഥങ്ങളിലുണ്ട്. പക്ഷെ അത് നമുക്ക് നഷ്ടപ്പെട്ടു പോയി. പക്ഷെ ഇന്ന് നമുക്കത് നമ്മളെ മുന്നിലേക്ക് തന്നെ അള്ളാഹു എത്തിച്ചു തരികയാണ് ആ ഒരു സത്യങ്ങൾ. അപ്പൊ നമ്മൾ മനസ്സിലാക്കാൻ കഴിയാം. അന്ന് ബൈബിളിൽ പറയുന്നുണ്ട്, യെശയ്യാ 50:10, നിങ്ങളിൽ കർത്താവിനെ ഭയപ്പെടുകയും അവന്റെ ദാസന്റെ വാക്ക് കേട്ടനുസരിക്കുകയും ചെയ്യുന്നവനാര്? തനിക്ക് പ്രകാശമില്ലാത്ത അന്ധകാരത്തിൽ നടന്നാലും അവൻ കർത്താവിന്റെ നാമത്തിൽ ആശ്രയിച്ചു തന്റെ ദൈവത്തിന്മേൽ ചാരിക്കൊള്ളട്ടെ. നീതിയെ പിന്തുടരുന്നവരും കർത്താവിനെ അന്വേഷിക്കുന്നവരുമായുള്ളവരെ എൻ്റെ വാക്ക് കേൾപ്പിൻ. അപ്പൊ കർത്താവിനെ അന്വേഷിക്കുന്നവരോടാ പറയാനുള്ളത്. കർത്താവിനെ പറ്റിയിട്ടാണ് ഇവിടെ പറയുന്നത്. അപ്പൊ എന്താ, പ്രകാശമില്ലാത്ത അന്ധകാരത്തിൽ നടന്നാലും അവൻ കർത്താവിന്റെ നാമത്തിൽ ആശ്രയിച്ചു തന്റെ ദൈവത്തിന്മേൽ ചാരിക്കോട്ടെ. ഏറ്റവും മേലെ പ്രകാശം ഉണ്ട് എന്ന് പറയുന്നത്, അതിന്റെ ശേഷം ഒരു ഇരുട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. പ്രകാശത്തെയും നമ്മളെ ഈ ഒരു ഇതിനെയും മറയാക്കിയിട്ട് ഒരു ഇരുട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവിടെയാണ് ഉദ്ദേശിക്കുന്നത്, ഒന്നെങ്കിൽ നമ്മൾക്ക് ഇനി നാളത്തെ ജീവിതം ഇല്ലെങ്കിൽ, അല്ലെങ്കിൽ ആ പ്രകാശത്തിൽ എത്തിയിട്ടില്ലെങ്കിലും ഇവിടെ നമ്മൾ യഥാർത്ഥ സൃഷ്ടാവിനെ നമ്മൾ വിശ്വസിക്കണം തന്നെയാണ് ഇവിടെ പറയുന്നത്. പ്രകാശമില്ലാത്ത അന്ധകാരത്തിൽ നടന്നാലും അവൻ കർത്താവിന്റെ നാമത്തിൽ ആശ്രയിച്ച്. കർത്താവിന്റെ നാമത്തിൽ എന്ന് പറയുമ്പോൾ ഈ അള്ളാഹ് എന്നുള്ള ഈ നാമം എന്താണ് നമ്മൾ ഞാൻ പറഞ്ഞ ഒരു അംശത്തിന്റെ പേരാണ് അള്ളാഹ് എന്നുള്ളത്. അതിനെ നമ്മൾ ആശ്രയിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അത് നാമത്തിൽ ആശ്രയിച്ചു തന്റെ ദൈവത്തിന്മേൽ ചാരിക്കൊള്ളട്ടെ. നീതിയെ പിന്തുടരുന്നവരും കർത്താവിനെ അന്വേഷിക്കുന്നവരുമായുള്ളവരെ. എന്താണ് ഇവിടെ പറയുന്നത്? യഥാർത്ഥ കർത്താവാണ്. അപ്പൊ നീതി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏതിനാണ് വിശ്വസിക്കേണ്ടതെന്ന് ഇവിടെ പറയുന്നുണ്ട്. എൻ്റെ വാക്ക് കേൾപ്പീൻ. ഇനി യെശയ്യാ 60:21 പറയുന്നത്, നിന്റെ ജനമൊക്കെയും നീതിമാന്മാരാകും. ഞാൻ മഹത്വപ്പെടേണ്ടതിന് എൻ്റെ നടുതലയുടെ മുളയും എൻ്റെ കൈകളുടെ പ്രവൃത്തിയുമായിട്ട് അവർ ദേശത്തെ സദാകാലത്തേക്ക് കൈവശമാക്കും. ഇവിടെ എൻ്റെ നടുതല മീൻസ് ഉദ്ദേശിക്കുന്നത് ബ്രെയിന് അല്ലെങ്കിൽ അറ്റമായി സ്ഥിതി ചെയ്യുന്ന ആ ഒരു അംശത്തെ പറ്റിയിട്ടാണ്, പ്രകാശത്തെ പറ്റിയിട്ട്. പിന്നെ എൻ്റെ കൈകളുടെ പ്രവൃത്തി എന്ന് പറയുന്നത് മറ്റൊരു അംശത്തെ പറ്റിയിട്ടാണ്. 3 അംശങ്ങളായിട്ടാണ് ഇവിടെ 3 ഗ്രന്ഥങ്ങളും പറയുന്നത്. ഇനി ഖുർആനിൽ പറയുന്നുണ്ട്, സൂറ 34 പറയുന്നുണ്ടല്ലോ, അള്ളാഹു ആകാശലോകങ്ങളുടെ പ്രകാശമാണെന്ന്. അത് ബൈബിളിൽ പറയുന്നുണ്ട്. അതേപോലെ ബൈബിളിൽ പറയുന്നുണ്ട് നാളെ സ്വർഗത്തിലെ പ്രകാശം അതാണെന്ന് പറയുന്നുണ്ട്. അതേപോലെ ഭഗവത്ഗീതയിൽ പറയുന്നുണ്ടല്ലോ ഏറ്റവും മേലെ ആ പ്രകാശം സ്ഥിതി ചെയ്യുന്നുണ്ടെന്നൊക്കെ. ഈ 3 ഗ്രന്ഥം പറയുന്ന ഈ ദൈവത്തിന്റെ ഘടന ഉണ്ട്. എവിടെയാണ് ഓരോ അംശങ്ങൾ, എവിടെയാണ്, എങ്ങനെയാണ് മുകളിലും താഴോട്ടും വ്യാപിച്ച് കിടക്കുന്നത്. അപ്പൊ ആ ഒരു രീതിയിലാണ് മനുഷ്യന്റെ ബോഡി ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ സൃഷ്ടാവിനെ ആശ്രയിക്കുന്നത് കൊണ്ടാണ് നമ്മുടെ കൈകളിൽ ആ സൃഷ്ടാവിന്റെ നാമം രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതിപ്പോ എല്ലാ മതക്കാരുടെ കൈകളിലും അത് തന്നെയാണ് ഉള്ളത്. അപ്പൊ എവിടുന്നോ നമുക്ക് ഏകദൈവ വിശ്വാസം നഷ്ടപ്പെട്ടു പോയത്, അത് തിരിച്ച് നമ്മളേക്ക് തന്നെ അള്ളാഹു ആ ഒരു അറിവ് നമുക്ക് എത്തിച്ചു തന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും അത് മനസ്സിലാക്കാൻ നമ്മൾ ശ്രമിക്കുക. അസ്സലാമു അലൈക്കും.